അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് നല്ലൊരു മട്ടൻ റെസിപ്പിയാണ് കേട്ടോ. എന്താ പറയുക, നല്ല ഒന്നാം തരം A+ മട്ടൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇത് കഴിച്ചിട്ട് ഹസ്ബൻഡ് ചോദിച്ചു, ഇത് ഉമ്മ വെക്കുന്ന പോലെ ഉണ്ടല്ലോ, ഉമ്മാൻ്റെ റെസിപ്പിയാണോ എന്ന്. എന്നാൽ ഉമ്മാൻ്റെ റെസിപ്പിയും എൻ്റെ ഒരു രീതിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണിത്. അങ്ങനെ ബെസ്റ്റ് കോംപ്ലിമെൻ്റ് കിട്ടിയ ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു 1.5 കൈയോളം ചെറിയ ഉള്ളിയാണ്. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ പച്ചമുളകും കറിവേപ്പിലയുമാണ്. ആദ്യം ചെറിയുള്ളി ഒന്ന് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സവാള ഉപയോഗിക്കുന്നില്ല. LCHF ഒരു ദിവസം മാക്സിമം 3 സ്പൂണൊക്കെ ഉപയോഗിക്കാവൂ. പക്ഷേ 1 കിലോ മട്ടനെ നമ്മൾ ഒരു ദിവസം ഒറ്റ കഴിക്കില്ലല്ലോ, 3, 4, 5 ദിവസമായിട്ടല്ലേ കഴിക്കുള്ളൂ. എന്നാലൊരു 1-2 മീഡിയം സവാള ഉപയോഗിക്കാം. ഞാനിവിടെ ആദ്യം ചെറിയുള്ളി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇത് ആദ്യം വഴറ്റിയെടുക്കാം. ആദ്യം ഒരു കുക്കർ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ചെറിയുള്ളി ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാനൊരു ചോപ്പറിലേക്ക് ഇടുകയാണ്. എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് ഒന്ന് നിറം മാറിയിട്ടുള്ളത്. നമ്മളിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറിയിൽ അധികം പെറുക്കി കളയാൻ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ കറിയിൽ നിന്ന് മുളകിൻ്റെ തൊലി അല്ലെങ്കിൽ വേപ്പിലൊക്കെ ചിലപ്പം പെറുക്കി കളയാനുണ്ടാവും. ഇത് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞു. ഇനി പൊടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി കിടന്നിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിച്ചത് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇനി തക്കാളി പൊടിച്ചെടുക്കാം. തക്കാളി ചോപ്പ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതിനകത്ത് 5-6 കഷ്ണാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. സാധാരണ മിക്സിയിലാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു വരും. ഇതിൽ ചോപ്പറിലാവുമ്പോൾ അധികം അരഞ്ഞു കിട്ടില്ല. നല്ലൊരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൊടിഞ്ഞു കിട്ടും. ഇതൊന്നുകൂടെ മൂത്ത് വരാനുണ്ട്. മൂത്ത് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്ന സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി തക്കാളി ചേർക്കാം. ഇനി തക്കാളി ഒന്ന് വെന്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നാൽ നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ എണ്ണ തെളിയും വരെ നമുക്കിത് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലി ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. പിന്നെ ഇവിടെ മുളക് പൊടി അധികം ചേർക്കണ്ട, ഒരു ടീസ്പൂണോളം മതി. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചേർത്ത പൊടിയുടെ ഒരു റോസ് സ്മെല്ല് മാറിയാൽ, ഒരു റോസ്റ്റായി വന്ന മണം വന്നാൽ മതി. അപ്പോൾ ഇറച്ചി ചേർക്കാം. പൊടികൾ ചേർത്താൽ പിന്നെ വേഗം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൊടികൾ ഒന്ന് റോസ്റ്റായ മണം വന്നിട്ടുണ്ട്. ഇനി മട്ടന് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇറച്ചിയും മസാലയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം തിളപ്പിക്കാം. 1 കപ്പ് മതി. ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇനി നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എരിവും ഉപ്പൊക്കെ പാകമാണ്. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇനി ഇത് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് കൊടുക്കാം. വിസിൽ വന്നു കഴിഞ്ഞു. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കുക്കർ ഇപ്പോൾ 20 മിനിറ്റ് ഇവിടെ കഴിഞ്ഞു. അതിനടുക്ക് കുറച്ച് വിസിലുകളൊക്കെ വന്നു പോയിരുന്നു. അപ്പം ഞാൻ ഈ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കറിനകത്ത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ ഇതിപ്പോൾ കറിയാക്കിയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഇത് പാകമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇത്രയും കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനു മുമ്പ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. വേവ് ശരിയാണോ, ഉപ്പോ എരിവോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. വേവൊക്കെ പാകമാണ്. ഇനി വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്. ഇപ്പം നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ വെള്ളം വറ്റി വരുമ്പോൾ പാകമായി കിട്ടും. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ഗരം മസാല പൊടിച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. അതുകൊണ്ടായിരിക്കാം ഗരം മസാലയുടെ ടേസ്റ്റ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ വെച്ചപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്തത്. അപ്പോൾ അത് കുറവാണ്. അപ്പോൾ 1 ടീസ്പൂണും കൂടെ ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കും. കയ്യിലേക്ക് തുള്ളിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടും ഇളക്കി കൊടുത്താൽ മതി. ഇളക്കാണ്ടിരുന്നാൽ ഇത് അടിയിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുത്തത്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇത്
നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കായി വരും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എരിവൊക്കെ ഉണ്ട്, മട്ടൻ്റെ ഒക്കെ ഉഷാർ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. ഇതിലേക്ക് കൂടുതലായിട്ട് ലാസ്റ്റ് ചെറിയുള്ളി വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇറച്ചി മീനൊക്കെ വെച്ചാൽ ലാസ്റ്റ് ചെറിയുള്ളി വറുത്ത് ചേർക്കും. ഇതുണ്ടാക്കിയപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെറിയുള്ളി വഴറ്റിയെടുത്തത്. അതുകൊണ്ട് ഇനി ലാസ്റ്റ് വറവിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അടച്ചു വെച്ചതിനേക്കാളൊക്കെ കറി കുറുകിയിട്ടുണ്ട്. ഇതാണ് ഒരു പാകം. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. സാധാ ലൈഫ് പോലെ നമ്മൾ ഗ്രെയിൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും കറിയുടെ ആവശ്യമുള്ളൂ. ഒരു ദിവസം ഉച്ചയ്ക്ക് പച്ചക്കറിയോട് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഇറച്ചി കഴിച്ചത്. പച്ചക്കറി കടുക് വറുത്ത് വേവിച്ചതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പച്ചക്കറി ഉപ്പേരിയിൽ ഈ കറി ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കൊണ്ട് തിന്നാം. സാധാരണ നമ്മൾ ചോറൊക്കെ കറി കൂട്ടിക്കുഴച്ച് തിന്നുന്നൊരു ഫീലിൽ ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കറികൾ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ വറുത്തത് മാത്രമല്ല, ഇറച്ചി ഇങ്ങനെ കുറുക്കി കറിയാക്കി എടുത്തിട്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ മുഴുവൻ ഇറച്ചിയും 4 ദിവസം വെച്ചിട്ട് ഇതുപോലെ വിവിധ തരം ഉപ്പേരികളുടെ കൂടെയാണ് കഴിച്ചത്. തെക്ക് നിന്നുള്ള ആളുകളൊക്കെ ഉപ്പേരി എന്ന് പറയുന്നത് കായ വറുത്തതിനെയാണ്. അതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കും കായ വറുത്തത് കഴിക്കാവോ എന്ന്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അതിനെ ശർക്കര ഉപ്പേരി എന്നാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് അനുവദിച്ച വെജിറ്റബിൾസിനെ നമ്മൾ കടുക് വറുത്തിട്ട് വേവിക്കുന്നതിനെയാണ് ഞങ്ങൾ ഉപ്പേരി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.